അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നരകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷ കിട്ടുന്ന വിഭാഗം ആരാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. മഹിഷറയിൽ മനുഷ്യൻ്റെ നന്മയും തിന്മയും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിശാച് വിളിച്ചു പറയും, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. സത്യവാഗ്ദാനമാണ് അള്ളാഹു ചെയ്തത്. ഞാനും നിങ്ങളോട് ദുനിയാവിൽ വെച്ച് ഈ വാഗ്ദാനം ചെയ്തു, എന്നാൽ നിങ്ങളോട് ഞാൻ ചെയ്ത വാഗ്ദാനം ഞാൻ ലംഘിച്ചു കളഞ്ഞു. എനിക്ക് നിങ്ങളുടെ മേൽ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല. ആ ഒരു പിശാച് പറയുന്നതാണ്. ഞാൻ നിങ്ങളെ ക്ഷണിച്ചു, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി എന്നു മാത്രം. അതിനാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തുക. എനിക്ക് നിങ്ങളെ സഹായിക്കാനാകില്ല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാനാകില്ല. മുമ്പ് നിങ്ങൾ എന്നെ പങ്കാളിയാക്കിയതിനെ ഞാനിതാ നിഷേധിച്ചിരിക്കുന്നു. പിശാച് പറയുകയാണ് നാളെ മഹിഷറയിൽ. തീർച്ചയായും ആക്രമികളാരോ അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷയുള്ളത്. പിശാചിൻ്റെ ചതിയിൽ കുടുങ്ങിയവരുടെ അവസ്ഥ ഭയാനകമായ നരകത്തെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഖിയാമത്ത് നാളിൽ നരകത്തെ കൊണ്ടുവരപ്പെടും. അതിന് 70,000 കടിഞ്ഞാനുണ്ടാകും. അതിൻ്റെ ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകൾ വലിച്ചായിരിക്കും അതിനെ കൊണ്ടുവരപ്പെടുക. ദൂരെ സ്ഥലത്തു നിന്നും നരകം സത്യനിഷേധികളെ കാണുമ്പോൾ ക്ഷോഭിച്ച് കളയും. ഇരമ്പുന്നതും അവർക്ക് കേൾക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. മതങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും ഇന്ന് യാതൊരുവിധ പരിജ്ഞാനവുമില്ല. 900 ദൈവങ്ങളെ ആരാധിക്കുന്ന ഹിന്ദുമതവും അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഈസാ നബി അലൈഹിസ്സലാമിനെ ദൈവമായി കാണുന്ന ക്രിസ്തു മതവും മൂസാ നബി അലൈഹിസ്സലാമിനെ ദൈവമായി കാണുന്ന യഹൂദികളും ദൈവം തന്നെയില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരവാദികളും ഇന്ന് സുലഭമാണ്. അപ്രകാരം തന്നെ നഗ്നമേനിക്ക് മാർക്കറ്റ് കാണുന്ന ചിത്രകാരന്മാരും സത്യത്തെ നിഷേധിക്കുന്ന അഹങ്കാരി വിചക്ഷണന്മാരും ഇന്ന് വേണ്ടിയോളം ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പുനർത്താന നാളിൽ നരകത്തിൽ ഒരു കഴുത്ത് പുറത്തേക്ക് നീണ്ടുവരും. അതിന് കേൾക്കുന്നതായ 2 ചെവികളുണ്ട്, കാണുന്നതായ 2 കണ്ണുകളുണ്ട്. 3 കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് അത് പറയും. സത്യത്തെ നിഷേധിക്കുന്ന അഹങ്കാരികൾ, അള്ളാഹുവിൽ പങ്കുചേർത്തവർ, ചിത്രകാരന്മാർ, തിർമുദി ഹദീസിൽ കാണാം. ഇവരാണ് 3 കൂട്ടർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, നരകത്തിൻ്റെ അഹ്ലുകാരിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷയുള്ളവരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അയാളുടെ ഉള്ളൻകാലിനടിയിൽ 2 തീക്കല്ലുകൾ വയ്ക്കും. അതുമൂലം അയാളുടെ തലച്ചോർ തിളച്ചു മറിയും. തന്നേക്കാൾ കഠിനമായ ശിക്ഷ മറ്റാർക്കുമില്ല എന്ന് അയാൾ കരുതും. അവനാകട്ടെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് അള്ളാഹു കൊടുക്കുന്നത്. ബുഖാരി മുസ്ലിമിൽ കാണാം. ദുനിയാവ് വെട്ടിപ്പിടിക്കാൻ മത്സരിക്കുന്നതാണ് എവിടെയും ഇന്ന് കാണുന്നത്. കുടുംബതലങ്ങൾ മുതൽ ഭരണതലത്തിൽ വരെ മത്സരങ്ങൾ കൊഴുക്കുന്നു. സ്വത്തിനു വേണ്ടി മകൻ വാപ്പയെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, കുടുംബകലഹങ്ങൾ അധികരിക്കുന്നു, അസൂയയും വിദ്വേഷവും കൂടി വരുന്നു, എല്ലാം ദുനിയാവിന് വേണ്ടി. എന്നാൽ മഹാനായ ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ദുനിയാവിനെ ഖിയാമത്ത് നാളിൽ തേറ്റയൂന്തിയ നീലക്കണ്ണായി കിളിവിയുടെ രൂപത്തിൽ മഹിഷറയിൽ ഹാജരാക്കപ്പെടും. അവരുടെ പ്രകൃതി വളരെ വിരൂപമാണ്. ജനങ്ങളെ മുമ്പാകെ കൊണ്ടുവന്ന് ചോദിക്കപ്പെടും, ഇവളെ നിങ്ങൾ അറിയുമോ? ജനങ്ങൾ പറയും, നഊസ് ബില്ലാ, ഞങ്ങളതിനെ അറിയണ്ട. നിങ്ങൾ പരസ്പരം കടിപിടി കൂടിയത് ഇതിനു വേണ്ടിയായിരുന്നു. ബന്ധങ്ങൾ മുറിച്ചതും പരസ്പരം അസൂയപ്പെട്ടതും ദേഷ്യപ്പെട്ടതും ചതി പ്രയോഗിച്ചതുമെല്ലാം ഇവൾക്ക് വേണ്ടിയായിരുന്നു. ആ ദുനിയാവാണിത്. പിന്നീട് അതിനെ നരകത്തിലേക്ക് എറിയപ്പെടും. അപ്പോൾ അവൾ വിളിച്ചു പറയും, പടച്ചോനെ, എൻ്റെ ആളുകളും പാർട്ടിക്കാരും എവിടെ? അപ്പോൾ അള്ളാഹു പറയും, അവളുടെ ആളുകളുടെയും പാർട്ടിക്കാരെയും അവളോട് ചേർത്ത് കൊടുക്കുക. ഭൂമിയിൽ 14,95,97,906 കിലോമീറ്റർ അകലെ ദൂരെയുള്ള കത്തിജ്വലിക്കുന്ന സൂര്യൻ്റെ ചൂട് സഹിക്കാൻ സാധിക്കാത്ത മനുഷ്യൻ സൂര്യഘാതമേൽക്കുന്നു. നരകച്ചൂടിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഗൗരവം ഉണർത്തിയിട്ടുണ്ട്. നരകം 1000 വർഷം കത്തിക്കപ്പെട്ടു, അങ്ങനെ അത് വെളുത്ത നിറമായി. പിന്നീട് 1000 വർഷം കത്തിക്കപ്പെട്ടു, അങ്ങനെ അത് കറുത്ത നിറമായി. കടുങ്കറുപ്പ് തിർമുദി ഹദീസിൽ കാണാം. മറ്റൊരവസരത്തിൽ പ്രവാചകൻ പറഞ്ഞു, നരകത്തിൽ നിന്നുള്ള തീപാത്രം ഭൂമിയുടെ മധ്യത്തിൽ വെച്ചാൽ കിഴക്കിനും പടിഞ്ഞാറിനുമിടയിൽ എല്ലാം നശിച്ചു
തീരും. ഇത്തരം തീയിൽ കത്തിക്കപ്പെടുന്ന വിറക് മനുഷ്യ ശരീരമാണെന്ന് പരിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നു. ആ സത്യവിശ്വാസികളെ, സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും മനുഷ്യരും കല്ലും ഇന്ധനമായിട്ടുള്ളതാണ് നരകത്തീയിൽ നിന്ന് കാത്തുരക്ഷിക്കുക. കാരണം മനുഷ്യരെയും കല്ലുകളെയും ഇട്ടിട്ടാണ് അല്ലാഹു തആല നരകം കത്തിക്കുന്നത്. ആ നരകത്തിയിൽ നിന്ന് നമ്മളെ കുടുംബത്തിനെ നമ്മൾ രക്ഷപ്പെടുത്തുന്ന സൂറത്തു തഹരീമിൽ പറയുന്നുണ്ട്. ഭരണചക്രം കറക്കുന്ന ഭരണാധികാരിമാർ പണത്തിൻ്റെ ഹിമാലയം തീർക്കുന്ന തിരക്കിലാണ്. ജനങ്ങളെ സേവിക്കേണ്ടതിനു പകരം വർഗീയതയുടെ കോട്ടണിഞ്ഞുകൊണ്ട് ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു. അരപ്പട്ടിണിയും മുഴപ്പട്ടിണിയുമായും രാത്രി തലച്ചായ്ക്കാൻ ഒരു കൂരയില്ലാതെയും പല വിഭാഗം ജനങ്ങളും ഇവിടെ ജീവിക്കുമ്പോൾ അമ്പരച്ചുംബികളായ മണിമാളികൾ പടുത്തുയർത്തുകയും ആർഭാടകരമായ പാനാദികൾ കഴിച്ചും സുഖലോലുപരമായും പഞ്ഞിമെത്തയിൽ അന്തിയുറങ്ങുകയും മുതലാളി വൃദ്ധം ജീവിതം നയിക്കുന്ന പാവപ്പെട്ട അവകാശ സമയകാലത്ത് നൽകാൻ പോലും അവരിൽ പലരും തയ്യാറാവുന്നില്ല. സക്കാത്ത് പാവപ്പെട്ടവൻ പണക്കാരൻ നൽകുന്ന ഔദാര്യമല്ല, അത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ് എന്നാണ് ഖുർആൻ വിശേഷിക്കപ്പെട്ടത്. അതുപോലെ നരകത്തിൽ ആദ്യം കടക്കുന്ന വിഭാഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവപൂർവ്വം ഉണർത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായി എണ്ണിയത് അധികാരത്തിൽ വലിഞ്ഞു കയറിയ അമീറാണ്. രണ്ടാമതായി എണ്ണിയത് ധനത്തിൻ്റെ അവകാശം വീട്ടാത്ത മുതലാളിയെയാണ്. മൂന്നാമതായി സൂചിപ്പിച്ചത് അഹങ്കാരിയായ ഫക്കീറാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹു, ബീബി റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: സ്വർഗം ധർമ്മിഷ്ഠരുടെ വീടാണ്, നരകം ലുബ്ധന്മാരുടെ വീടാണ്. സകലമാന ആക്രമങ്ങളിലും പേക്കൂത്തുകളിലും തെമ്മാടിത്തരങ്ങളിലും മുഴുകിയത് കൊണ്ടാണ് ഇന്ന് യുവാക്കളും യുവതികളും വൃദ്ധന്മാർ പോലും ജീവിക്കുന്നത്. അത്തരക്കാരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു: അവർക്ക് നരകാഗ്നിയിലുള്ള മെത്തയും അവരുടെ മീത്തെ കൂടി പുതപ്പുകളും ഉണ്ടായിരിക്കും. അപ്രകാരമാണ് ആക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്. അഹ്റാഫ് 41. തീർച്ചയായും തെമ്മാടികൾ ജ്വലിക്കുന്ന നരകാഗ്നിയിൽ തന്നെയായിരിക്കും. പ്രതിഫലത്തിൻ്റെ നാളിൽ അവർ അതിൽ കിടന്ന് എരിയുന്നതായി അവർക്കതിൽ നിന്നും മാറി നിൽക്കാനാവില്ല. ഇൻഫിത്വാർ 14.